മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 സെപ്റ്റംബർ 11 വ്യാഴം. ചൊവ്വാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിലുണ്ടായ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നി പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഇസ്രായേലി ഭീകരത പുതിയ മാനത്തിലേക്ക്. സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് നേതൃത്വത്തിന്റെ താവളത്തിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 ഹമാസ് നേതാക്കളും ഒരു ഖത്തരി സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടത് ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണമായിരുന്നു. സമുന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുവെങ്കിലും കൂടിയാലോചനയിൽ പങ്കെടുക്കേണ്ട പ്രധാന നേതാക്കൾ അതിജീവിച്ചു എന്നാണ് ഹമാസ് അറിയിച്ചത്. നിരാലംബരായ സ്ത്രീകളും ഗർഭിണികളും പിഞ്ചു പൈതങ്ങളും ഉണ്ടായിരുന്ന ഗസയിലെ ആതുരാലയങ്ങളിലടക്കം ബോംബ് വർഷിച്ചും കൂട്ടക്കൊലകൾ നടത്തിയും ജനവാസ കെട്ടിടങ്ങൾ തകർത്തു തരിപ്പണമാക്കിയും താണ്ഡവമാടുന്ന സയനിസ്റ്റ് ഭീകരരാഷ്ട്രത്തിന് ചൊവ്വാഴ്ച നടത്തിയ ആക്രമണം അത്ര വലുതായിരിക്കില്ല. ഗസയിൽ ഇതിനകം 64,600 മനുഷ്യാത്മാക്കൾ ശരിയായ മരണാനന്തര ശുശ്രൂഷ പോലും കിട്ടാതെ ഇഹലോകവാസം വെടിഞ്ഞു. ഇതവസാനിപ്പിക്കാൻ നടന്ന ശ്രമങ്ങൾക്ക് മധ്യവർത്തിയായി നിന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനകത്ത് യുദ്ധവിരാമ ചർച്ചയിൽ കക്ഷിയായ ഹമാസിന്റെ നേതൃത്വത്തിൽപ്പെട്ടവരെ വധിച്ചത് പക്ഷേ അത്ര ചെറിയ കുറ്റമല്ല. ആക്രമണത്തെ ഖത്തറും GCC കൂട്ടായ്മയും മിക്ക അറബ് രാഷ്ട്രങ്ങളും അപലപിച്ചിരിക്കുന്നു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ സാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് രോഷമറിയിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ശക്തമായ ഭാഷയിൽ ഇസ്രായേലി അതിക്രമത്തെ അപലപിച്ചു. ഈ ആക്രമണം ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ താൽപ്പര്യങ്ങളെ അല്പം പോലും സഹായിക്കില്ല എന്നാണ് US പ്രസിഡന്റ് ട്രംപ് തന്നെ പ്രസ്താവിച്ചത്. എന്നാൽ ഹമാസിന്റെ കഥ കഴിക്കുക എന്നത് നല്ല ഒരു ലക്ഷ്യം തന്നെയാണെന്നും അടുത്ത ശ്വാസത്തിൽ അദ്ദേഹം മൊഴിയുന്നുമുണ്ട്. ഒരു വശത്ത് സംഘർഷത്തിലെ രണ്ടിലൊരു കക്ഷിയുമായി ചർച്ചയിൽ പങ്കാളിയാവുക, എന്നിട്ട് ആ കക്ഷിയെ ഉന്മൂലനം ചെയ്യുന്നത് നല്ല കാര്യമായി പറയുക, അതിന് തുനിഞ്ഞിറങ്ങുന്ന കക്ഷിക്ക് ആയുധവും പണവും ഇഷ്ടം പോലെ നൽകുക. ഈ അമേരിക്ക തന്നെയാണ് പശ്ചിമേഷ്യ സമാധാനത്തിന് ഏറ്റവും പറ്റിയ മധ്യവർത്തി എന്ന് ആരും സമ്മതിച്ചു കൊടുക്കണം. തങ്ങൾ മുന്നോട്ട് വെച്ച യുദ്ധവിരാമ കരാർ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടുക എന്നാണ് അമേരിക്ക ഹമാസിനോട് പറഞ്ഞത്. പ്രസ്തുത നിർദ്ദേശങ്ങളിൽ മുഴുവൻ തടവുകാരെയും 2 കക്ഷികളും വിട്ടയക്കുന്നതിന് ഹമാസ് അനുകൂലമായിരുന്നു. 42 ഇസ്രായേലി തടവുകാർക്കു പകരമായി ആയിരക്കണക്കിന് തടവുകാരെ ഇസ്രായേലും വിട്ടയക്കണം എന്ന ഹമാസ് നിബന്ധനയും ഏതാണ്ട് നടപ്പാവും എന്നായിരുന്നു നിരീക്ഷിക്കപ്പെട്ടത്. അത്ര തന്നെ ഹമാസിന് പ്രധാനമായിരുന്നു ഗസയിലെ ഇസ്രായേലി സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കുക എന്നത്. ഇതേക്കുറിച്ച് ഇസ്രായേലി നിലപാട് പൊതുമണ്ഡലത്തിൽ വെളിവാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞത്. 1-ാം ദിവസം തടവുകാരെ കൈമാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ 2-ാം ഘട്ടത്തിൽ നടത്താമെന്ന പ്രതീക്ഷ ഹമാസിനുമുണ്ടായിരുന്നു. നെതന്യാഹു ഭരണകൂടത്തിന് സ്വന്തം ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തടവുകാരെ വിട്ടുകിട്ടൽ അതിപ്രധാനമാണ്. രാജ്യത്തെ അരക്ഷിതത്വം അവസാനിപ്പിക്കലും അതെ. നെതന്യാഹു ദോഹ സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ന്യായമായി പറഞ്ഞത് തിങ്കളാഴ്ച ജെറൂസലേമിൽ ഹമാസ് നടത്തിയ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരകൃത്യത്തിനു പ്രതികാരമാണത് എന്നാണ്. ഇസ്രായേലും അതിനെ പിന്തുണക്കുന്നവരും വാദിക്കുന്നത് പോലെ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണമാണ് പ്രശ്നം എങ്കിൽ ഇസ്രായേൽ കൊന്ന ഗസയിലെ 64,000-ൽ പരം ജനങ്ങളിൽ എത്രയാണ് സൈനികർ എന്ന് പരിശോധിച്ചാൽ മതി. അന്നും ഇന്നും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധ വിശകലനത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് തൊട്ടു മുന്നിലുള്ള ആക്രമണത്തെ പഴിചാരി ദശകങ്ങളായുള്ള ഇസ്രായേലിന്റെ മർദ്ദക നടപടികൾ അവഗണിക്കുക എന്നത്. ഏറെ എടുത്തുപ്രയോഗിക്കുന്ന 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ല എന്ന് UN ജനറൽ സെക്രട്ടറി ഗുട്ടറസ് തന്നെ പറഞ്ഞതും പ്രസക്തമാണ്. ഇസ്രായേൽ പ്രതികാരമെന്ന് പറഞ്ഞു നടത്തുന്ന ഭീകരകൃത്യങ്ങൾ എത്രമാത്രം ആനുപാതികമായിരുന്നുവെന്നും പരിശോധിക്കണം. അക്കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇപ്പോൾ ജെറൂസലേം ആക്രമണത്തിന് പ്രതികാരമായി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഖത്തറിൽ കടന്നുകയറി നടത്തിയ ഭീകരാക്രമണം.
മാനുഷിക മര്യാദകളോ പരിഷ്കൃത യുഗത്തിൻ്റെ നിയമങ്ങളോ ഭീകരകൃത്യങ്ങൾ നടത്തുന്നതിന് തങ്ങൾക്ക് ഒട്ടും തടസ്സമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ലോകരാഷ്ട്രങ്ങളിൽ പലതും ഇസ്രയേലിൻ്റെ ചെയ്തികളെ ഉരച്ചു നോക്കുന്ന ഉരകല്ലുകളും നീതി പ്രതിഫലിപ്പിക്കുന്നതാവേണ്ടതുണ്ട്. പല രാഷ്ട്രങ്ങളും ഇന്ത്യ ഉൾപ്പെടെ തിങ്കളാഴ്ച ജെറുസലേമിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച കൂട്ടത്തിൽ ഏത് രൂപത്തിലുള്ള ഭീകരതയ്ക്കും തങ്ങളെതിരാണ് എന്ന് പറയുന്നു. അതേസമയം ഇസ്രയേലിൻ്റെ ഖത്തർ സ്ഫോടനത്തെ ഭീകരതയുടെ കള്ളിയിൽപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ആഴത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യേണ്ട ആവശ്യകത ഊന്നിപ്പറയുകയുമാണ് ചെയ്യുന്നത്. ഇസ്രയേലി ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ തൂമ്പയെ തൂമ്പ എന്ന് വിളിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുവിധം സമാധാന ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി കലാശിക്കുകയുള്ളൂ.